ഗുഡ് മോർണിംഗ്. കുറേ നാളായി നമ്മൾ ക്ലാസ് എടുത്തിട്ടല്ലേ. നമുക്ക് ഇന്ന് മുതൽ ന്യൂ ഇയർ അല്ലേ, ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ക്ലാസ് മുന്നോട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മളൊരു സിഗരറ്റ് പാൻ്റാണ് കട്ട് ചെയ്യുന്നത്. അതായത് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്നതിന് നമുക്ക് സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം എടുക്കേണ്ടത് അളവ്. വേസ്റ്റ് ഭാഗത്തെ വണ്ണം എടുക്കണം. വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഞാൻ ടേപ്പ് ഇടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമ്പർ ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നത്, ഇതേപോലെ. അപ്പോൾ ആ വേസ്റ്റ് വണ്ണം എഴുതി വെക്കണം. പിന്നെ ചെയ്യേണ്ടത് ഹിപ്പ് ഭാഗത്തെ വണ്ണം. ഹിപ്പ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇരിക്കുന്ന ആ ഭാഗമല്ലേ, സീറ്റ് ഭാഗം, വണ്ണം കൂടിയ ഭാഗം, ആ ഭാഗത്തെ വണ്ണം എഴുതി വെക്കണം. അപ്പോൾ ഹിപ്പ് ഭാഗം അല്ലെങ്കിൽ സീറ്റ് ഭാഗം എന്ന് പറയും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കം വേണ്ടത്. ഇറക്കം എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെയല്ലേ എടുക്കുന്നത്. 1 എന്നുള്ള നമ്പർ താഴോട്ട് ഇട്ടിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക. നമ്മളെവിടെ പാൻറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇറക്കം എവിടം വരെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇപ്പോൾ താഴോട്ടിട്ടിട്ട് ഈ നമ്പർ എത്ര വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 40 40, 35 35 അത് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ എടുത്തു? ഇറക്കം എടുത്തു, വണ്ണം എടുത്തു, ഹിപ്പ് ഭാഗത്തെ വണ്ണം എടുത്തു, പിന്നെ വേസ്റ്റ് ഭാഗത്ത് ഈ 3 വണ്ണം, പിന്നെ കാൽ വണ്ണം, കാലിൻ്റെ അടിഭാഗത്തെ വണ്ണം നമ്മളിട്ട് പാൻറ്റ് എടുത്തല്ലേ ആ വണ്ണം, ഈ വണ്ണം കൂടെ എഴുതി വെച്ചിട്ട് നമുക്ക് ഈ മെഷർമെൻ്റ് അനുസരിച്ച് ഒരു പാൻറ്റ് കട്ട് ചെയ്യാം. സിഗരറ്റ് പാൻറ്റ് കേട്ടോ. സാധാരണ 2.25 മീറ്ററെങ്കിലും വേണം ഒരു സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട്. ഇതിനകത്ത് ഇപ്പം 2 മീറ്ററേ ഉള്ളൂ, ഈ തുണി 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ തുണി കട്ട് ചെയ്യുന്നത് തേരുവശം നീളമാക്കിയിട്ടാണ്, തുണിയുടെ തേരുവശം നീളമാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ 2 മീറ്റർ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ചുരിദാർ സെറ്റിൻ്റെ തുണിയാണ്, അപ്പോൾ അതിനകത്ത് വിറ്റ് വെച്ചേക്കുന്നതല്ലേ. അപ്പം നമ്മൾ മുറിച്ച് വാങ്ങിക്കാതെ 2.25 തന്നെ വാങ്ങിക്കണം കേട്ടോ. ചില വിറ്റിനകത്ത് നമുക്ക് തുണി വീതി നീളം കൂടുതലാണ്. ഇതിപ്പോൾ 2 ഉള്ളതുകൊണ്ട് പിന്നെ കിട്ടത്തില്ല, ഇറക്കം കിട്ടത്തില്ല, നമുക്ക് വേണ്ടുന്ന ഇറക്കം കിട്ടത്തില്ല ഇങ്ങനെ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ തുണിയുടെ വീതി വശം ഇതാന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. തുണിയുടെ വീതി ഞാൻ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ നീളമാണ് ഈ കട്ട് ചെയ്യാത്ത ഭാഗം തേരുവശം വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നീളമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന നീളം ഇങ്ങനെ 2 മീറ്റർ കൊണ്ട് ഈ 2 മീറ്റർ ഇതുകൊണ്ട് മടക്കുമ്പോൾ എനിക്ക് കിട്ടത്തില്ല. എലാസ്റ്റിക് ഇടാൻ വേണം, പിന്നെ കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാൻ വേണം. കറക്റ്റ് ഇറക്കായിട്ട് കിട്ടും, പക്ഷേ എക്സ്ട്രാ മടക്കേണ്ടതിന് കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള തുണി എടുക്കുമ്പോൾ വീതിയെ നീളമാക്കി എടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? തുണിയുടെ വീതിയെ നീളമാക്കി എടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് തുണിയെ വീതിയെ നീളമാക്കി എടുത്തിട്ട് തുണിമേശയിൽ ചുളുക്കില്ലാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേസ്റ്റ് ഭാഗത്തെ വണ്ണമല്ല വീതി കൂടിയ ഭാഗം വണ്ണം. അപ്പോൾ ഹിപ്പിനേക്കാളും വേസ്റ്റ് ഭാഗത്തെ വണ്ണമാണ് കൂടുതൽ വന്നേക്കുന്നത്. ആ കിട്ടിയ വണ്ണത്തിൻ്റെ അനുസരിച്ച് തുണി മടക്കിയിടണം. ഓക്കെ, ഇനി നമുക്ക് മടക്കിയിടുന്ന രീതി കാണിക്കാം. തുണി ഈ രീതിയിൽ മടക്കിയിടാം. വീതിയെ നമുക്ക് തുണിയുടെ വീതി അത് നീളമാക്കി എടുക്കാം കേട്ടോ. ഈ രീതിയിൽ മടക്കിയിടണം. അപ്പം പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസും ഉണ്ട്, ബാക്ക് പീസും ഉണ്ട്. സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ചിട്ടല്ല കട്ട് ചെയ്യുന്നത്. ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യും, പിന്നെ ബാക്ക് പീസ്. ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം കേട്ടോ, അളവിൽ. അപ്പം കറക്റ്റ് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം രണ്ടായിട്ട് എന്താ ചുളിവില്ലാതെ ഒരേ രീതിയിൽ ഉണ്ട് രണ്ടായിട്ട് മടക്കുന്നത്. ആദ്യം ഫ്രണ്ട് പീസ് മടക്കിയിട്ടേക്കും. തുണിയുടെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി വേണ്ടുന്ന അളവെടുക്കണം. ഞാനിവിടെ അളവ് മെഷർമെൻ്റ് എടുത്തത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടുന്ന ഇറക്കം വന്നേക്കുന്നത് 35.5
അപ്പം എനിക്ക് വേണ്ടുന്ന ഇറക്കം 35.5 അപ്പം തുണി കറക്റ്റ് ഇങ്ങോട്ട് 35 നമുക്ക് കിട്ടി വേണം. കറക്റ്റ് ഇറക്കമാണ് 35. അന്നേരം തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇവിടെ നമുക്ക് മുകളിൽ ഏറ്റവും മുകളിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ എലാസ്റ്റിക് ഇട്ടല്ലേ തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, എലാസ്റ്റിക് ഇട്ട് തയ്ക്കുന്നതിന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആയതുകൊണ്ടാണ് 2 ഇഞ്ച് മാർക്ക്. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കിൽ നമുക്ക് ഞാൻ മടക്കുമ്പോൾ ഇതിന് പകുതി വീതം മതിയായി. അപ്പം ഇങ്ങനെ വരും കേട്ടോ. അതിനാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇറക്കം കാണണം. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇറക്കം പിടിക്കാൻ. 35.5 ഇറക്കം വേണ്ടത് കേട്ടോ. 35.5 ഇറക്കം വേണം. അപ്പോൾ ആ 35.5 മാർക്ക് ചെയ്യാം. 35.5 മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കിട്ടി. അപ്പം നമുക്ക് എന്താ ഇത് ഇറക്കവും കിട്ടി. 35 എലാസ്റ്റിക് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 35 ഇറക്കം കിട്ടി. ഈ ബാക്കി നിൽക്കുന്നില്ലേ, ഇവിടെ ഒരു 3 ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വീതിക്ക് മടക്കി വെക്കാം. പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്നില്ല. ആ ഉള്ളത് എടുക്കാം. കാലിൻ്റെ അടിഭാഗം മടക്കി 2.5 ഇഞ്ചേ ഉള്ളൂ. അത് മതി, കുഴപ്പമില്ല. തുണിയെല്ലാം ലെവലായിരിക്കണം കേട്ടോ. മുകളിലും താഴെ എല്ലാം ലെവലായിരിക്കണം. 3 ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതാണ് നമ്മുടെ ഇറക്കം. ഇത് നമുക്ക് മടക്കി തയ്ക്കാനായിട്ടുള്ള. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഹിപ്പ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 35. ഈ 35ൻ്റെ 4/1 ഭാഗം എടുക്കണം. 35ൻ്റെ 4/1 ഭാഗം എത്ര? 9, 36, 8.25 വരെ അല്ലേ? 8.25 വരും. അപ്പം 8.25 ഇവിടെ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടണം. എത്ര? 8.25 മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് കൂടെ മതി. അപ്പോൾ 9 എടുക്കാം കേട്ടോ. 8.25 നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ വണ്ണത്തിൻ്റെ 4/1 ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇറക്കം നമ്മൾ കണ്ടുപിടിച്ച് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവുക. ഇപ്പം വേസ്റ്റ് ഭാഗത്തെ വണ്ണം, അതായത് കാലിൻ്റെ വണ്ണം, ഈ വേസ്റ്റ് ഭാഗത്തെ വണ്ണം എനിക്ക് കിട്ടിയേക്കുന്നത്, ആ കുട്ടിക്ക് കിട്ടിയേക്കുന്നത് 35. 35ൻ്റെ 4/1 ഭാഗം എടുക്കണം. ടോട്ടൽ എടുത്ത് 35ൻ്റെ 4/1 ഭാഗം വരുമ്പോൾ 8.25 വരും. ഇങ്ങനെ നമ്മളെ വണ്ണം എടുക്കുന്നത് ഇങ്ങനെയല്ലേ, അരവണ്ണം. വേസ്റ്റ് വണ്ണായാലും വണ്ണം എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ 35 കിട്ടി, അതിൻ്റെ 4/1 ഭാഗം 8.25. 8.25ൻ്റെ കൂടെ ലൂസിന് വേണ്ടി 1 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ 9.25 എടുക്കുക. ഓക്കെ, 9.25 എടുത്തതിന് ശേഷം 9.25 നമുക്ക് കൂടെ കിട്ടിയല്ലോ. ഇതിനെ കിട്ടിയതിന് ശേഷം ഇപ്പം ഈ 9.25ൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വരും? 9.25 2 കൂടെ ആകുമ്പോൾ 11.25 അല്ലേ? 9, 2, 11, 11.25 എടുക്കുക. ഓക്കെ, ഇത് 2 കൂടെ നമുക്കൊന്ന് ലൈൻ ഇടാം. ഇതിനാണ് ക്രോച്ച് ലെന്ത് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്രോച്ച് ലെന്ത് കണ്ടുപിടിച്ച് ഈ നമ്മുടെ 9 ഇവിടെ എടുത്ത വണ്ണം ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ എടുത്തേ? സീറ്റ് വണ്ണത്തിൻ്റെ 4/1 ഭാഗം കണ്ടുപിടിച്ചതിന് ശേഷം 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് സീറ്റ് വണ്ണത്തിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ ഈ 2 ഇഞ്ച് എലാസ്റ്റിക് ഇടാൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സീറ്റിൻ്റെ വണ്ണം കണ്ടത്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഒരു ഭാഗത്തെ വണ്ണം കിട്ടി. സീറ്റ് വണ്ണം 35ആണ്. 35ൻ്റെ 4/1 ഭാഗം 8.25 വന്ന് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടി 9.25 മാർക്ക് ചെയ്തു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അവിടുന്ന് നമുക്ക്
ആ കിട്ടിയ വണ്ണത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടണം കേട്ടോ. അതെന്തിനാ? സീറ്റിൻ്റെ ഇത് അതായത് ക്രോച്ചിലേന്ത് സീറ്റ് ഇറക്കം, ഇങ്ങനെ പല രീതിയിൽ പലരും പറയും. അപ്പോൾ അവിടുന്ന് ഈ കിട്ടിയതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 9.25 2 കൂടെ ആകുമ്പോൾ 11.25. അപ്പോൾ ഇത് 11.25 എടുത്തു. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ കിട്ടിയ വണ്ണം ഇതിൻ്റെ നേരെയും കറക്റ്റാണെന്ന് നോക്കണം, ചരിഞ്ഞു പോകരുത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഈ നമുക്കിവിടെ 11.25 കിട്ടിയല്ലോ, അവിടുന്ന് എന്ത് ചെയ്യണം? 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഈ 2 ഇഞ്ച് എടുക്കുന്നത് മീഡിയം, അധികം വണ്ണമില്ലാത്ത കൊച്ചുങ്ങൾക്കാണ്, ആൾക്കാർക്കാണ്. നല്ല തുടവണ്ണമൊക്കെ ഉള്ളവർക്കാണ് 2.5 മുതൽ 3 വരെ കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ അധികം വണ്ണമില്ലാത്ത കുട്ടിയായതുകൊണ്ട് 2 ഇഞ്ച് കൂട്ടിയാൽ മതി. ഈ കിട്ടിയതിനെ ഇവിടെ നമുക്ക് 11.25 കിട്ടി, അവിടുന്ന് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. അവിടുന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം ഉണ്ടോ, ഇതിനെ നമുക്ക് എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് എടുക്കാം. ഷേപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഏരിയ ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ച്, ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് എടുക്കണം കേട്ടോ. ഈ ക്രോച്ചിൻ്റെ ആ ഇങ്ങനൊരു ആമ്പോൾ കർവുണ്ടെങ്കിൽ അത് വെച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ച് വേണമെങ്കിലും ടേപ്പ് വെച്ച് 1 ഇഞ്ച് ആ കോർണറിൽ നിന്ന്, അതായത് 11.25 അവിടുന്ന് നമ്മളൊരു 2 ഇഞ്ച് കൂടെ കൂട്ടിയപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ ഈ ഇവിടെ ഒരു എൽ ഷേപ്പായി. ആ എൽ ഷേപ്പിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിങ്ങനെ വളച്ചെടുക്കണം. അധികം കുഴിക്കരുത്, ഒരു മീഡിയം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇത്രയും കിട്ടിയല്ലോ. എന്നിട്ട് ഈ കിട്ടിയത് എത്ര നോക്കണം, 13 വരും. ഈ 13ൻ്റെ സെൻറ്റർ കാണണം, 6.5 അല്ലേ? 13.5യുടെ പകുതി എടുക്കണം. 13.5യുടെ സെൻറ്റർ നമ്മൾ 11.25 ഇവിടെ ഇത് കിട്ടി. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ 13 വന്നു. 13ൻ്റെ സെൻറ്റർ എത്ര? 6.25. 6.25 നിന്ന് താഴോട്ടൊരു വര വരയ്ക്കണം. 6.25 നിന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ, നമ്മുടെ ഈ വണ്ണത്തിൻ്റെ ഇവിടെ ഒരു ലൈൻ കണ്ടോ? ഇത്ര മനസ്സിലായല്ലോ. ഈ ക്രോച്ചിലെന്ത് ചെയ്യുന്ന അറിയാമായിട്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ക്ലാസ്സിലുള്ള എല്ലാവരും ചോദിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ക്ലാസ് ഇപ്പം പിന്നെ എൻ്റെ ഫോൺ കേടായിരുന്നു, സമയം കുറവുണ്ടായിരുന്നു, അസുഖം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയത്. ഇനി ദൈവം അനുഗ്രഹിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും പഠിച്ച് മിടുക്കരാണ് കേട്ടോ. അപ്പോൾ ഈ കിട്ടിയ നമുക്ക് ക്രോച്ച് ലെങ്തും കണ്ടുപിടിച്ചു, ക്രോച്ചിൻ്റെ വർണ്ണവും കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. ആ സെൻറ്ററിൽ നിന്ന് താഴോട്ട് ലൈൻ ചെയ്ത്. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കാലിൻ്റെ പാൻറ് ഇടുന്ന വണ്ണം ഉണ്ടല്ലോ, കാല് കയറാനുള്ള അവിടുത്തെ വണ്ണം കാണണം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ വരയിൽ നിന്ന് ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3, ഇങ്ങോട്ട് 3 കണ്ടോ? അപ്പം നമുക്ക് 6 കിട്ടും. നമ്മുടെ കാൽവണ്ണം, ആ കുട്ടിയുടെ കാൽവണ്ണം 6 ഇഞ്ചാണ്. 6നെ ഞാൻ 3 ഈ സെൻറ്ററിൽ നിന്ന് ഈ നടുക്കും കൂടെ വരച്ചില്ലേ, അവിടുന്ന് 3 ഇങ്ങോട്ടും കൊടുത്ത്, ഇവിടുന്ന് 3 ഇങ്ങോട്ടും കൊടുത്ത്. അപ്പം 3 മാർക്ക് ചെയ്ത് കണ്ടോ? എന്നിട്ട് ടേപ്പ് വെച്ച് ഇതേപോലെ വരയ്ക്കാം. ഈ 3ൽ നിന്ന് ഇവിടുന്ന് കണ്ടോ, നമ്മളിവിടെ 2 മാർക്ക് ചെയ്തില്ലേ, 13, അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് വരയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 3 മാർക്ക് ചെയ്തില്ലോ, ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. എന്നിട്ട് ഈ ഇങ്ങനെ പോലൊരു വളഞ്ഞ സ്കെയിലുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്കിങ്ങനെ വരയ്ക്കാം. അപ്പോൾ ആ കാലിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടോ. അപ്പോൾ നമ്മുടെ ആ കാലിൻ്റെ അതേ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് കണ്ടോ, ഈ വരച്ച് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വളവ് വേണ്ട കേട്ടോ.
മനസ്സിലായല്ലോ. ഇപ്പൊ ഇത് നമുക്ക് വേണ്ട. ഈ നടുക്ക് നിൽക്കുന്ന നമ്മുടെ ആ കാലിന്റെ ഷേപ്പാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി അരയിഞ്ച് ഇങ്ങനെ അപ്പം മനസ്സിലായല്ലേ. ഇവിടെ നമുക്ക് മടക്ക് ഭാഗം, അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോകും. ഓക്കെ, മനസ്സിലായ? അപ്പോൾ ആദ്യം തുണി മടക്കിയിട്ടതിന് ശേഷം 2 ഇഞ്ച് എലാസ്റ്റിക് ഇടാൻ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ലെന്ത് കണ്ടു. ലെന്ത് എത്രയെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം സീറ്റിൻ്റെ വണ്ണം കണ്ടു. സീറ്റിൻ്റെ വണ്ണം വണ്ണത്തിൻ്റെ 4/1 ഭാഗം എടുത്തിട്ട് അത് നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് വണ്ണം കണ്ടു. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി നമ്മുടെ ക്രോച്ച് ലെന്ത് കണ്ടതിന് ശേഷം ഇവിടെ കിട്ടിയ വണ്ണമാണോ എന്ന് ചെക്ക് ചെയ്തു. ഇവിടുന്ന് 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് സെൻറ്റർ കണ്ട് ഈ കിട്ടിയ മാർക്കിൽ നിന്ന് സെൻറ്റർ കെട്ട് 6.5 കെട്ടി 13 6 കെട്ടി 6 ഇഞ്ച് താഴോട്ട് ലൈൻ ചെയ്തു. എന്നിട്ട് കാലിൻ്റെ വണ്ണം എത്രയാണെന്ന് നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. നമ്മുടെ കാലിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് 12 ആയിരുന്നു. ഇപ്പം ഇവിടെ 12 വരുമ്പോൾ മുകളിൽ 2 പീസായിട്ട് കിടപ്പില്ലേ. ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ 3 ഇവിടെ 3. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഇവിടുന്ന് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു ലൈൻ പുറത്ത് വന്നിട്ട് സ്കെയിലില്ലാത്തവർ അട്ടയപ്പ് വെച്ച് കട്ട് ചെയ്യും. ഇവിടെ വരുമ്പോൾ ഇത് മടക്കി തയ്ക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ചരിച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ ചുളിവില്ലാതെ കിട്ടും. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യണം. കണ്ടോ? കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ? ഇതേപോലെ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതേപോലെ മുകളിലോട്ട് കൊടുക്കണം. എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ മക്കളുമാരെ. എല്ലാം നല്ലോണം ചെയ്ത് മനസ്സിലാക്കി ഓരോരുത്തരും കണ്ടുപിടിച്ച് നല്ല വൃത്തിക്ക് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഫോട്ടോ ഇട്ട് തരണം കേട്ടോ. ഓക്കെ, ഇനി ഉഴപ്പ് കാണിക്കരുത്. എനിക്ക് വയ്യാഞ്ഞോണ്ടും നിങ്ങൾ ക്ലാസ്സിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫോട്ടോ ഇട്ട് തരണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ വരുമ്പം ഇതേപോലെ ഇതിങ്ങനെ ഇവിടെ നമുക്ക് മടക്ക് ഭാഗം കേട്ടോ. അതൊന്ന് ഓപ്പൺ ചെയ്യണം. നമ്മൾ സാധാരണ നോർമൽ പാൻറ്റിന് ഇങ്ങനെ കട്ട് ചെയ്യത്തില്ല കേട്ടോ. ഇപ്പോൾ ഈ സിഗരറ്റ് പാൻറ്റ് ഇതേപോലെ കാലിൻ്റെ ഷേപ്പ്, സിഗരറ്റ് പാൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ല ഒരു ഷേപ്പ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കി. കണ്ടില്ലേ? ഇത് നമ്മൾ ഏതാ എടുത്തേ? ഫ്രണ്ട് പീസ്. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് തന്നെ, ഇനി നമുക്ക് മെഷർമെൻ്റ് ഒന്നും ഇല്ല, ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് പീസ് കണ്ടുപിടിക്കാം കേട്ടോ. ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, മടക്കാമെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ വരെ നമ്മുടെ മടക്കി തയ്ക്കാനുള്ള. അതുപോലെ തന്നെ എലാസ്റ്റിക് ഇടാനായിട്ട് ഇവിടെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്ക് പീസ് കണ്ടുപിടിക്കണം. ബാക്ക് പീസിന് ബാക്ക് പീസ് കെട്ടാനായിട്ട് നമ്മൾ തുണി രണ്ടായിട്ട്, ഈ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റിയല്ലോ, ബാക്ക് പീസിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാനായിട്ട് ബാലൻസ് തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് കണ്ടില്ലേ, രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയല്ലോ. അപ്പം അതിന് ഇറക്കം കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. ഇവിടെ ഇറക്കം കറക്റ്റായിട്ട് വെച്ച് ഈ വണ്ണം ഇവിടുത്തെ സൈഡ് വണ്ണവും കറക്റ്റായിട്ട് വെക്കുക. ഇറക്കവും നമ്മുടെ നിൽക്കുന്ന വേസ്റ്റ് ഭാഗത്തെ ഇവിടുത്തെ ഈ വണ്ണവും കറക്റ്റായിട്ട് വെക്കുക. മനസ്സിലായല്ലോ? ഇറക്കവും ഇവിടുത്തെ ഈ സൈഡ് വണ്ണവും കറക്റ്റ് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതങ്ങ് മാർക്ക് ചെയ്യാം.
അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പിടിയിട്ട് ഇവിടുന്ന് ഈ വണ്ണം ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ അങ്ങ് മാർക്ക് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് മതി. ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ 2 ഇഞ്ച് കൂട്ടിയെടുത്തേക്കുമല്ലേ, ഇത് നമുക്ക് എലാസ്റ്റിക് ഇടാനായിട്ടാണ് കേട്ടോ. ഫ്രണ്ട് പീസിൽ ഇതിനെ ഈ എടുത്തതിനേക്കാളും 2 ഇഞ്ച് ഇവിടെയും കൂട്ടിയെടുക്കുക. ഓക്കെ, 2 ഇഞ്ച് ഇവിടെയും കൂട്ടി ഇങ്ങനെ എടുക്കുക. ബാക്ക് പീസ് നമ്മളിവിടെ എടുത്തതിനേക്കാളും 2 ഇഞ്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം 2 ഇഞ്ച് കൂട്ടിയെടുത്തു. എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് പീസിനേക്കാളും ഈ ഏരിയ മൊത്തം 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ 2 ഇഞ്ച് കണ്ട, ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസ് എല്ലാ സൈഡിലും 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങോട്ട് വരുമ്പോൾ 1/2 ഇഞ്ച് കുറച്ച് വരാം കേട്ടോ. കാലിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ഈ സീറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ വേണമാണ് 2 ഇഞ്ച് ബാക്കിനേക്കാളും വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനേക്കാളും 2 ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്തില്ലേ, ഇവിടെ നമ്മൾ ആ കോർണർ വന്നില്ലേ, അപ്പോൾ അവിടെ നിന്ന് ഇതേപോലെ ഷേപ്പ് എടുക്കുക. കണ്ടോ, ഒന്നും അറിയാനില്ല. ഇങ്ങനെ ഫ്രണ്ട് പീസ് വെച്ചതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഈ തുണി ഇവിടെ കാണാം, ഇവിടുന്ന് 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. എല്ലാ വശത്തു നിന്നും ഇതിൻ്റെ ഏരിയയിൽ നിന്ന് മൊത്തം 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ 2 ഇഞ്ച് ഇതേപോലെ കൂട്ടി വരുമ്പോൾ ഇവിടെ നമ്മൾ കിട്ടിയതുപോലെ ഇവിടെ അങ്ങ് ഷേപ്പ് എടുക്കുക. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ എടുക്കും. എന്നിട്ട് ഈ ഭാഗത്ത് 2 ഇഞ്ച് വരും. ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ആ ലൈൻ കുറച്ച് 2 ഇഞ്ച് വേണ്ട, ഒരു 1 ഇഞ്ച് പിന്നെ 1/2 ഇഞ്ച് അങ്ങനെ ഇതോട് ഷേപ്പാക്കി പോകുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് ഓപ്പണാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇവിടെ നമുക്ക് ഈ 2 ഇവിടെ നമുക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഇതിന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തു കേട്ടോ. ഇവിടെ നമുക്ക് ഒപ്പായിരിക്കണം. കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ നമ്മൾ ബാക്ക് പീസിൽ പടി വെച്ചടിക്കും കേട്ടോ. പടി വെച്ചടിക്കുമ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൽ അത് പറഞ്ഞുതരാം കേട്ടോ. ഇതിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ബാക്ക് സീറ്റ് കയറി നിൽക്കത്തില്ലേ, അതിനാണ് ഇതിനേക്കാളും 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്തത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളത് പടി വെച്ച് അത് ലെവൽ ചെയ്യും കേട്ടോ. അതായത് വേറെ നമ്മൾ പാവാടയ്ക്കൊക്കെ പടി വെച്ചില്ലേ അതേപോലെ. അപ്പോൾ അത് അവിടെ ലെവൽ ചെയ്തതിന് ശേഷം എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അതിന് നമ്മൾ തുണി ഇത് സ്ട്രൈറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം.
ഇത് നമുക്കങ്ങ് മടക്കി വെക്കാം കേട്ടോ. ഒരു 4-5 വീതിയിൽ എലാസ്റ്റിക് ഇടാനല്ലേ, കുറച്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തേക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ പാൻറ് കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്കേർട്ട് പാൻറ് കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്നിട്ട് മടക്കി വെക്കുക. എല്ലാവരും ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. എല്ലാവരും ക്ലാസ്സിൽ വരിക കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സപ്പിൽ വരണം കേട്ടോ. ഓക്കെ.